മനോജ് തുടരുക. ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. വയനാട്ടിലെ മേപ്പാടി എന്ന പോലെ കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഒരാൾ മരിച്ചു, 18 വീടുകൾ പൂർണ്ണമായും തകർന്നു, 80 വീടുകൾ ഭാഗികമായി ഇല്ലാതായി. വിലങ്ങാട് ചെറുതും വലുതുമായി 20-ലധികം ഉരുൾപൊട്ടിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, വിലങ്ങാടും ഒരു ആശങ്കയിൽ തന്നെയാണ്. കാരണം മാത്യു എന്ന് പറയുന്ന ഒരു അധ്യാപകൻ മരിച്ചു. അദ്ദേഹത്തെ കാണാതായി ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്താൻ സാധിച്ചത്. ഇപ്പോഴും അനവധി വീടുകൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. പ്രദേശവാസികൾ ഒന്നാകെ വലിയ ആശങ്കയിലുമാണല്ലേ? തീർച്ചയായും കെ പി, കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് വിലങ്ങാടിനുണ്ടായ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലിൽ ഒരു ഭീതി വിതച്ചിരിക്കുകയാണ് ആ പ്രദേശത്തെമ്പാടും. കാരണം ഏകദേശം 800ഓളം ആളുകളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നത്. അതുമാത്രമല്ല, ഈ റോഡുകളും പാലങ്ങളും എല്ലാം തകർന്നുകൊണ്ട് ഈ പ്രദേശം ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത്. പഞ്ചായത്ത്, അംഗൻവാടി, വായനശാലകൾ അടക്കമുള്ള വസ്തുക്കളെല്ലാം തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ന് ഏതാണ്ട് 10 മണിയോട് കൂടി തന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസ് സ്ഥലം സന്ദർശിക്കും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ഏതാണ്ട് ഉണ്ടായ ഉരുൾപൊട്ടൽ 10-ലധികം ഉരുൾപൊട്ടലുകൾ ആ പ്രദേശത്ത് ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, ഒരു റിട്ടയർ അധ്യാപകനായിട്ടുള്ള മാത്യു എന്ന് പറയുന്ന അദ്ദേഹം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് ഈ ഉരുൾപൊട്ടിയ ഭാഗത്ത് നിന്ന് 500 മീറ്റർ അകലെ മരങ്ങൾക്കിടയിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം എന്തായാലും കണ്ടുകിട്ടിയിട്ടുള്ളത്. ഈ 18 വീടുകളാണ് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 80ഓളം വീടുകൾ ഭാഗികമായി തകരുന്ന ഒരു അവസ്ഥയുണ്ടായി. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും നശിക്കുന്നുണ്ട്. മാത്രമല്ല, പാലങ്ങളും റോഡുകളും എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഏതാണ്ട് വയനാടിനോട് സമാനമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ രീതി തന്നെയാണ് ഈ കോഴിക്കോട് വിലങ്ങാട് ഉണ്ടായത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ കളക്ടർ അടക്കം സന്ദർശിക്കാൻ എത്തിയ സമയത്തടക്കം ഇത്തരത്തിൽ ഉരുൾപൊട്ടലും ഉണ്ടാകുകയും ഏതാണ്ട് മണിക്കൂറുകളോളം കളക്ടർ അടക്കം ഈ സംഘം ഇവിടെ നിന്ന് പെട്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് റെസ്ക്യൂ ചെയ്തുകൊണ്ടാണ് ഈ കളക്ടർ അടക്കമുള്ള സംഘത്തെ പുറത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വളരെ പരിസ്ഥിതി ദുർബലമായ ഒരു പ്രദേശമാണ് ഈ വയനാട് പോലെ തന്നെ കോഴിക്കോട് വിലങ്ങാടും ഇത്തരത്തിലൊരു ഭീഷണിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിലങ്ങാട് ടൗൺ അടക്കം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലെത്തിയിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 18 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്, 80 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. വീണ്ടും ഉരുൾപൊട്ടലുണ്ടാകും. ഒരു തുടർ ഉരുൾപൊട്ടലുണ്ടായ ഒരു മേഖലയായതുകൊണ്ട് തന്നെ ഇനിയും അത്തരത്തിലുള്ള സാധ്യതകൾ തന്നെയാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്, വിദഗ്ധർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സമീപവാസികളൊക്കെയും ഇപ്പോൾ സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായും കെ പി, ഇത് അത്തരത്തിലൊരു പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 15ഓളം തന്നെ ഉരുൾപൊട്ടലുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി എന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ്. ഒരു മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ട് ഒരുപാട് ആളുകളെ ആ പ്രദേശത്ത് നിന്ന് മാറ്റാൻ ഭരണകൂടത്തിന് സാധിച്ചിരുന്നു. അത് തന്നെയാണ് വലിയ ഒരു ദുരന്തത്തിനെ വഴിവെക്കാതിരുന്നത്. അത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ പ്രദേശം. ഏതാണ്ട് 800ഓളം ആളുകളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി കഴിയുന്നത്. നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ ഏതാണ്ട് 18ഓളം വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു, 80ഓളം വീടുകൾ ഭാഗികമായി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ഒരാൾ മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. എന്തായാലും ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വയനാടിനെ പോലെ തന്നെ ഒരുപക്ഷെ പുനരധിവസിപ്പിക്കാനുള്ള പാക്കേജുകൾ വിലങ്ങാടിനും അത്യാവശ്യമാണെന്ന് തന്നെയാണ് പൊതുവെ അവിടുത്തെ ആളുകളുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസോടെ 10 മണിയോട് കൂടി തന്നെ ഈ പ്രദേശത്തെത്തുകയും ദുരിതാശ്വാസ ക്യാമ്പുള്ള ആളുകളെ സന്ദർശിക്കുകയും ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വയനാട് പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ദുരന്ത ഭൂമിയായി വിലങ്ങാട് മാറിയിരിക്കുകയാണ് കെ പി.